എല്ലാവർക്കും നമസ്കാരം. ഐ എം Ritu Haridas, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽനസ് പ്രൊമോട്ടർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു, വെൽനസ്സിനെ ബേസ് ചെയ്ത് നമ്മൾ സംസാരിച്ചു. എന്തിനാണ് വെൽനസ്സിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരും അസുഖത്തിലേക്ക് പോണതിൻ്റെ കാരണം നമ്മുടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയാണെന്ന് പറഞ്ഞു. യു ആർ നോട്ട് സിക്ക്, യു ആർ ഇൻ ഡെഫിസിറ്റ് എന്നുള്ളൊരു വാക്ക് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് നമുക്ക് ഡെഫിഷ്യൻസി വരുന്നത്, എന്തുകൊണ്ടിട്ടാണ് ന്യൂട്രിയൻസിൻ്റെ കുറവ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിനകത്തൊരു ടോപ്പിക്കായിരുന്നു നമ്മുടെ മണ്ണിൽ പോഷകങ്ങൾ കുറയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഭക്ഷണത്തിലെ പോഷകങ്ങൾ കുറയുന്നു. അതൊരു വലിയ ടോപ്പിക്കാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോയിൽ എന്തുകൊണ്ടിട്ടാണ് സോയിലിനകത്ത് അല്ലെങ്കിൽ മണ്ണിലെ ന്യൂട്രിയൻസ് കുറയാനുള്ള കാരണം എന്താണെന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ദ ഫുഡ് ദാറ്റ് വി ഈറ്റ് ഈസ് ഓൺലി ആസ് ഹെൽത്തി ആസ് ദ സോയിൽ ഇറ്റ് ഗ്രോസ് ഇൻ. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് എവിടെയാണോ വളരണേ ആ മണ്ണിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂട്രിയൻസേ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവുള്ളൂ. ഓരോ ദിവസവും നമ്മുടെ മണ്ണിൻ്റെ പോഷകം വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ ഇറോഷനാണ്. അതായത് നമ്മുടെ മഴ, കാറ്റ്, ഇങ്ങനെയുള്ള പല നമ്മുടെ ക്ലൈമാറ്റിക് ചേഞ്ചസ് കൊണ്ടിട്ട് നമ്മുടെ ടോപ്പ് ലെയർ സോയിൽ അത് ഒഴുകി പോവുകയാണ്. ഈ ടോപ്പ് ലെയറിനകത്താണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ഉള്ളത്. ടോപ്പ് ലെയർ പോയാൽ ഒരു ചെടിക്ക് അതിന് വേണ്ട ന്യൂട്രിയൻസ് അവിടെ കിട്ടുന്നില്ല. ഈ ടോപ്പ് ലെയർ പോയാൽ ഓരോ പ്ലാന്റും സ്ട്രഗിൾ ചെയ്യും അതിന് വേണ്ട മിനറൽസ് കിട്ടാനായിട്ട്. പിന്നെയുള്ളൊരു റീസൺ ഓവർ ഫാമിംഗ് അല്ലെങ്കിൽ മോണോ കൾച്ചർ എന്ന് പറയും. അതായത് ഓവർ ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ തരം കൃഷി തന്നെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ചില കൃഷി ചെയ്യുമ്പോൾ ചില പെർട്ടിക്കുലർ ന്യൂട്രിയൻസിനെ കൂടുതലായിട്ട് വലിച്ചെടുക്കും. അപ്പം എന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിലെ മണ്ണിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ ന്യൂട്രിയൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക, കാരണം സ്ഥിരമായിട്ട് അതിനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ചോളം അല്ലെങ്കിൽ കോൺ വെക്കണ സമയത്ത് കോണിന് നൈട്രജൻ നല്ലോണം വലിച്ചെടുക്കും. അപ്പോൾ സ്ഥിരമായിട്ട് ആ ഒരു ഏരിയയിലുള്ള മണ്ണിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുക്കുമ്പോൾ സ്ഥിരമായിട്ട് തന്നെ കോൺ നട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കോണിൻ്റെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ചോളത്തിൻ്റെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മണ്ണിലെ നൈട്രജൻ്റെ ലെവൽ കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി മാറി പല വിളവ് എടുത്താൽ, പല രീതിയിലുള്ള കൾട്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ളൊരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി നമ്മുടെ മണ്ണിൽ വരുന്നില്ല. പിന്നത്തെ ഒരു റീസൺ എക്സസ് ആയിട്ടുള്ള കെമിക്കൽ യൂസേജ്. അതായത് കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈൽഡ് ഉണ്ടാവും, നല്ലതാണ്, പക്ഷേ അത് മണ്ണിനെ നശിപ്പിക്കുക എന്നുള്ളത് നാച്ചുറൽ സോയിലിനെ അത് ഡാമേജ് ചെയ്യാണ്. നാച്ചുറൽ ആയിട്ടുള്ള സോയിലെ മൈക്രോബ്സ്, ഈ മൈക്രോബ്സാണ് റീസൈക്കിൾ ചെയ്യണ സോയിലിനെ, ന്യൂട്രിയൻസിനെ തിരിച്ചു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യണ ഈ മൈക്രോബ്സിനെ നശിപ്പിക്കുകയാണ്. പിന്നത്തെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരു കൃഷി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വരുന്ന വേസ്റ്റ് അവിടെ തന്നെ കമ്പോസ്റ്റായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് മണ്ണിലേക്ക് അത് അലിഞ്ഞു ചേർന്ന് മണ്ണിലുള്ള ന്യൂട്രിയൻസിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കും. പക്ഷെ പലപ്പോഴും ഇപ്പോൾ ഈ ബാക്കി വരുന്ന ഈ ഓരോ ക്രോപ്പിൻ്റെ ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന വേസ്റ്റിനെ അവിടെ ഇട്ട് കത്തിക്കുകയാണ് ഫാമേഴ്സ് ചെയ്യണം. അപ്പോൾ ഈ കത്തിക്കുന്ന ഒരു പ്രോസസ്സിനകത്ത് ഈ വേണ്ട ആ ഒരു ന്യൂട്രിയൻസിനെ തിരിച്ച് സോയിലിലേക്ക് കൊടുക്കണ ആ പ്രക്രിയ അവിടെ നിന്നു പോണു. അവിടെ ലൈഫ് ആൻഡ് നറിഷ്മെൻറ്റ് ലൂസ് ചെയ്യാണ് സോയിലിൻ്റെ. അതേപോലെ ക്ലൈമാറ്റിക് ചേഞ്ചസ് വരുമ്പോൾ മഴ, വരൾച്ച, ഇതെല്ലാം നമുക്ക് നമ്മുടെ സോയിലിനെ പല രീതിയിൽ എഫക്റ്റഡ് ആവുന്നതാണ്. മഴ കൂടി ഫ്ലഡ് വരുമ്പോൾ മേൽമണ്ണ് ഒലിച്ചു പോയിട്ട് ന്യൂട്രിയൻസ് ഒലിച്ചു പോകണു. അതേപോലെ വരൾച്ച വരുമ്പോഴും നമ്മുടെ മണ്ണിൻ്റെ ന്യൂട്രിയൻസിനെ ഇല്ലാണ്ടാക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി സോയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തി ഫുഡല്ലേ, അല്ലേ? അപ്പം നമ്മുടെ ഈ പ്രകൃതിയെ, നമ്മുടെ മണ്ണിനെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഇല്ലേ? അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിനകത്ത് നമുക്ക് നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ, നമുക്ക് നല്ല രീതിയിലുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള പച്ചക്കറികൾ കിട്ടണമെങ്കിൽ നമ്മുടെ മണ്ണിനെ നശിക്കാണ്ട് നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സോയിലിനെ സേവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ പ്രൊട്ടക്റ്റ് അവർ ലൈഫ്. ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ മണ്ണിലുണ്ട്, പക്ഷെ നമുക്ക് നമ്മുടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി എന്തായാലും നമുക്ക് ബാക്കപ്പ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പോഷക ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പലതിലും പോഷകം ഇല്ലയെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഈ പോഷകം ചെല്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിൽ ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യില്ല. ഓരോ അവയവങ്ങൾക്കുള്ള പോഷകക്കുറവ് ഓരോ അവയവത്തിൻ്റെ ഡാമേജിലേക്ക് എത്തിക്കുന്നു. നമ്മൾക്ക് നമ്മുടെ ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ട പോഷകം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അതിനെ സപ്ലിമെൻറ്റ് ചെയ്തേ പറ്റൂ. ഈ ഒരു അവസ്ഥയിൽ സപ്ലിമെൻറ്റിനെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ് സപ്ലിമെൻറ്റ്? സപ്ലിമെൻറ്റ് ഇസ് ഓൺലി എ ഗ്യാപ്പ് ഫില്ലിങ്.
ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് സപ്ലിമെൻറ്റ്. നമ്മൾ ഫുഡിൽ നിന്ന് കിട്ടാണ്ടിരിക്കുന്ന നമ്മുടെ പോഷകങ്ങളെ അത് വേറിട്ട് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അതിന് പകരം നമ്മൾ ഫുഡിൽ നിന്ന് കിട്ടാത്തതിനെ നമ്മൾ പുറത്തുനിന്ന് വേറെ കൊടുക്കുന്നു. അത് സെലക്ട് ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊക്കെ ടൈപ്പ് സപ്ലിമെൻറ്റ്സ് ഉണ്ട്? നാച്ചുറൽ സോഴ്സിൽ നിന്നുള്ള സപ്ലിമെൻറ്റ്സ് ഉണ്ട്, സിന്തറ്റിക് സോഴ്സിൽ നിന്നുള്ളതുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സെലക്ട് ചെയ്യണമെന്നും അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം എങ്ങനെയാണ്, അതിൻ്റെ വാല്യൂ ചെയ്യണം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നു, നിങ്ങൾക്കിത് ഏതെങ്കിലും രീതിയിൽ ഗുണപ്പെട്ടു എന്ന് തോന്നിയാൽ മാത്രം യു ക്യാൻ സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.